ലൈനുകളിൽ കവചിത കേബിളുകളാക്കാൻ വേണ്ടിയിട്ട് KSEB സമീപിച്ചിരുന്നെന്നും സ്കൂൾ അധികൃതർ അടുത്ത മീറ്റിംഗിന് ശേഷം പറയാമെന്ന് പറഞ്ഞെന്നും ഇന്നലെ വൈദ്യുതി മന്ത്രി പറയുകയും ആ റിപ്പോർട്ടിൽ വൈദ്യുതി വകുപ്പിന്റെ റിപ്പോർട്ടിൽ അക്കാര്യമുണ്ട്. അതെന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്? വൈദ്യുതി മന്ത്രി പറഞ്ഞ ആയിരിക്കും ശരി. എനിക്കതിനെപ്പറ്റി അത്ര വിവരമില്ല. നിങ്ങൾ ഇതിലൊന്ന് മനസ്സിലാക്കി നോക്കുള്ളൂ. ഇതാണ് സർക്കുലർ ഇറങ്ങി ഗവൺമെൻറ് ഇറക്കിയുള്ള 10 പേജുള്ള സർക്കുലറാണ് സ്കൂൾ തുറക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട്. അതിൽ സ്കൂൾ സുരക്ഷ, അറ്റകുറ്റപ്പണികൾ, സ്കൂൾ കെട്ടിടങ്ങളുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്, നിർമ്മാണ പത്രം നടക്കുന്ന സ്കൂളുകൾ വാടക കെട്ടിടത്തിലാണെങ്കിൽ അതിനെ സംബന്ധിച്ചിടത്തോളം നിർമ്മാണ പത്രം നടക്കുന്ന സ്കൂളുകളിൽ കുട്ടികൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രൂപത്തിൽ റൗണ്ട് ചെയ്ത് കിട്ടുന്ന മുന്നറിയിപ്പ് ബോർഡുകൾ, സ്കൂൾ, അങ്ങനെ സകല കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഒരു സർക്കുലർ ഇറക്കിയിട്ടുള്ളത്. എനിക്ക് ഇതെല്ലാം ഇവരൊക്കെ ബന്ധപ്പെട്ട വായിക്കേണ്ടവരും വായിച്ച് നടപ്പിലാക്കേണ്ടവരും അത് ആ രീതിയിൽ ചെയ്യുന്നുണ്ടോ എന്നുള്ളവരെ പരിശോധിച്ച് നോക്കേണ്ടതായിട്ടുണ്ട്. എന്തായാലും താങ്ങാൻ കഴിയാത്തതിനപ്പുറമുള്ള ദുഃഖമാണ് നമുക്കുണ്ടായിട്ടുള്ളത്. ഇനി ഒരു മകനും ഇങ്ങനെ നമ്മളൊരു വിദ്യാലയങ്ങളിൽ ഇതേപോലൊരു സംഭവം ഉണ്ടാകാൻ പാടില്ല. അതിന് ഉള്ള ഒന്നുകൂടി ജാഗ്രത പാലിക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കും. കുഞ്ഞവിടത്തേക്ക് കയറാൻ പാടില്ല എന്നുള്ള അഭിപ്രായത്തോടൊന്നും എനിക്ക് യോജിക്കുന്നില്ല. പിന്നെ കുട്ടികളില്ലേ, കുട്ടികളായിട്ട് നമ്മൾ കാണണം. അവർ കളിക്കും, ബോൾ കളിക്കും, ക്രിക്കറ്റ് കളിക്കും, അല്ലെങ്കിൽ ബോളൊന്നും ഇല്ലാത്തവൻ ചെരുപ്പെടുത്ത് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞ് കളിക്കും. അതെല്ലാം പിന്നെ അവരുടെ പ്രായത്തിൻ്റെയും അവരുടെ പിന്നെ ആ പ്രായത്തിൻ്റെ ഒരു ശക്തി കൊണ്ട് ചിലപ്പോൾ അവിടെ അതിൻ്റെ മുകളിൽ എടുക്കാൻ കയറിയതാണ്. അപ്പോൾ കയറിയില്ലായിരുന്നുവെങ്കിൽ അപകടം ഉണ്ടായില്ല എന്ന് പറയുന്നതിനൊന്നും ന്യായമില്ലല്ലോ. കയറിയാലും അപകടം ഉണ്ടാവാത്ത രൂപത്തിൽ നിയമപരമായ കാര്യങ്ങൾ ക്രമീകരിക്കുക എന്നുള്ള കാര്യമാണല്ലോ നമ്മൾ ചെയ്യേണ്ടത്. അവിടെ മകനെ കുറ്റപ്പെടുത്തേണ്ട ഒരു കാര്യമില്ല.